നൈനാമല ചന്തയാണ്. അങ്ങനെ ഈ ആഴ്ച നമ്മൾ രാത്രി 1:30 തന്നെ ചന്തയിലെത്തിയിരിക്കുകയാണ്. പോത്തുംകുട്ടികളൊക്കെ ഈ ആഴ്ച എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കുട്ടികളാണ് വന്നിരിക്കുന്നത്. ക്രോസ് ബ്രീഡ് കുട്ടികൾ, ആന്ധ്ര കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. കർണാടക, തമിഴ്നാട് കുട്ടികളും ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ ആഴ്ച എന്തായാലും കുട്ടികൾ വന്നിട്ടുണ്ട്. 250-250ഓളം കുട്ടികൾ വന്നിട്ടുണ്ട്. ആ ഭാഗത്തും ഒരുപാട് കുട്ടികൾ കിടപ്പുണ്ട്. മീഡിയം സൈസ് കുട്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ചന്തയിലോട്ട് അകത്തോട്ട് പോയി നോക്കാം. അപ്പോൾ ചന്ത തുടങ്ങിയിട്ടില്ല, 2 മണിയായതേ ഉള്ളൂ. കന്നുകാലികളെല്ലാം വന്നു തുടങ്ങിയതേ ഉള്ളൂ. ആ ഭാഗത്ത് കുറച്ച് കർണാടക കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. എന്തായാലും നമുക്കൊന്ന് കറങ്ങി നോക്കാം. ഇന്ന് നമുക്ക് ഒരുപാട് കുട്ടികൾ എടുക്കാനുണ്ട്. കുട്ടികളെല്ലാം വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ആ ഭാഗത്ത് അവിടുന്ന് വണ്ടികൾ കയറി തുടങ്ങിയിട്ടില്ല. അവിടെ 3 മണിയായിട്ടേ കയറുള്ളൂ. പക്ഷേ ഈ ഭാഗത്ത് കിടക്കുന്ന കുട്ടികളെല്ലാം ഒരുമിച്ചെല്ലാം കൂടെ കച്ചവടമായി പോകുമെന്നാണ് പറഞ്ഞത്. ഇവിടെ മീഡിയം വലിയ പോത്തുകളൊക്കെ നിൽപ്പുണ്ട്. മേനി വില 90,000 രൂപ ചോദിക്കുന്ന പോത്തുകളാണ് നിൽക്കുന്നത്. വലിയ പോത്തുകളാണ് നിൽക്കുന്നത്. 90,000 രൂപ മേനി വില ചോദിക്കുന്ന 3 പോത്താണ് നിൽക്കുന്നത്. നമ്മൾ വില പറഞ്ഞിരിക്കുകയാണ്. അത് 90,000 ചോദിക്കുന്നത്. നമ്മൾ 65 മേനി വരെ പറഞ്ഞിരിക്കുകയാണ്. 65,000 രൂപ മേനി വെച്ച് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് അവർ കൊടുക്കില്ലെന്ന് പറയുന്നുണ്ട്. 82,000 രൂപയെ കുറിച്ച് കൊടുക്കില്ലെന്ന് പറഞ്ഞത്. ഇവിടെ 2 എണ്ണം നിൽപ്പുണ്ട്. 2 മീഡിയം സൈസ് 2 കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. അതിന് 2 കൊണ്ട് 70 രൂപയാണ് ചോദിക്കുന്നത്. 70,000 രൂപയാണ് ഈ 2 കുട്ടികൾക്ക് ചോദിക്കുന്നത്. ഒന്നിത്തിരി അത്യാവശ്യം മീറ്റുള്ളതും ഒന്ന് ഒരു വളർത്തു കുട്ടിയുടെ ഒരു ടൈപ്പാണ്. അതിന് 70 ചോദിക്കുന്നുണ്ട് 2-നും കൂടി. ഇത് നമ്മൾ സംസാരിച്ച് 70 രൂപയിൽ എത്തിയിരിക്കുകയാണ്. 70,000 രൂപ മേനി വില 3 എണ്ണത്തിന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നില്ല. ലാസ്റ്റ് 80 രൂപയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ഇത് ലാസ്റ്റ് 65 രൂപയ്ക്ക് 2 എണ്ണം തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് എടുക്കാൻ താല്പര്യമില്ല. ഇവിടെ വലിയ കാളനിപ്പുണ്ട്. 2-നും കൂടി 2,10,000 അവർ ചോദിക്കുന്നത്. 2-നും കൂടി 2,10,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ ഇപ്പം നല്ല വിലയാണ്. കന്നുകാലികളെല്ലാം വന്ന് തുടങ്ങിയതേ ഉള്ളൂ. 2-2:30 മണിയായതേ ഉള്ളൂ. അവിടെ നിൽക്കുന്നത് 1,90,000 ചോദിക്കുന്നത് 2 എണ്ണം. 1,90,000 രൂപയാണ് അവർ ചോദിക്കുന്നത് 2-നും കൂടി. 500-600 രൂപ മേനി റേറ്റ് അവർ കിലോ കണക്ക് കൂട്ടിയാണ് അവർ പറയുന്നത്. 100 കിലോ ഉള്ള ഒരു മുരിക്കാലും ഒരു പോത്തിനാലും അവർ ചോദിക്കുന്നത് 65,000 രൂപയൊക്കെയാണ്. 60-65 അവരുടെ ചോദ്യം കിലോ റേറ്റ്. നമ്മൾ മതിപ്പ് വില നോക്കുമ്പോഴത്തേക്ക് 2,10 ചോദിക്കുന്നുണ്ട്. 2,10 അവർ ചോദിക്കുന്നത്. അവരുടെ ചോദ്യമാണ്. നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറയാം. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും അവിടെ നിന്ന് ഇനി മാറി ഇനി കുറച്ച് പോത്തും കുട്ടികളെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. 250 കുട്ടികൾ വന്ന് രാത്രി തന്നെ ഒരു പാർട്ടി മൊത്തം ഒറ്റ വിലയ്ക്ക് എടുത്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കിടന്നപ്പോൾ നമ്മൾ വിചാരിച്ച് നല്ല കുട്ടികളെന്ന് എടുക്കാമെന്ന്. ഒരു ഗീറിൻ്റെ ഒരു മൂരി നിൽപ്പുണ്ട്. അതിന് അവർ 50,000 രൂപയാണ് ചോദിക്കുന്നത്. 50,000 രൂപയാണ് അവരുടെ ചോദ്യം. ഇതെല്ലാം കച്ചവടമായി പോയ പോത്തും കുട്ടികളാണ് ഈ കിടക്കുന്നതെല്ലാം. എല്ലാം കച്ചവടമായി പോയി. എന്തായാലും നമുക്ക് ഈ ആഴ്ചയും പോത്തും കുട്ടികളെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ചന്ത ഒന്ന് കൂടി വരികയാണ്. 3:30 മണിയായി. ഇനിയിപ്പം ചന്ത ആക്റ്റീവ് ആകും. എരുമയൊക്കെ മീറ്റ് ആവശ്യത്തിനുള്ള എരുമയൊക്കെ വന്നിട്ടുണ്ട്. എരുമ 500-550 തന്നെയാണ് കിലോ റേറ്റ് അവർ മതിപ്പിന് ചോദിക്കുന്നത്. കന്നുകാലികൾക്കെല്ലാം കുറേ നാളായിട്ട് ഒരു 5-6 മാസമായിട്ട് നല്ല വില തന്നെയാണ്. ബോർഡറിൽ കന്നുപിടിപ്പ് തുടങ്ങിയ ആ ടൈം തൊട്ട് ഇപ്പോൾ ഇവിടെയും കന്ന് വരവും കുറവ് ഉള്ളതിനാണെങ്കിൽ നല്ല വിലയാണ്. 6 മാസം കൊണ്ട് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചന്തയ്ക്കകത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. വല്ലതും കിട്ടുമെന്നറിയാൻ വേണ്ടി. അവിടെ നല്ല പശുക്കുട്ടികളും മുരിക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. 4 മണിയായതേ ഉള്ളൂ. ചന്തയിൽ ചെറിയ വണ്ടികളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. പശുക്കളൊക്കെ നിൽപ്പുണ്ട്. നല്ല ഇടക്കറവ പശുക്കളൊക്കെ നിൽപ്പുണ്ട്. 40,000 45,000 ഒക്കെ ചോദിക്കുന്ന ഇടക്കറവ പശുക്കൾ നിൽപ്പുണ്ട്. 50,000 ചോദിക്കുന്ന പശുക്കളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. 50,000 രൂപ ചോദിക്കുന്ന പശുക്കളും നിൽപ്പുണ്ട്. ചെറിയ മുരിക്കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വളർത്തു കുട്ടികൾക്കും അത്യാവശ്യം നല്ല വില തന്നെയാണ് ഇന്ന് അവർ ചോദിക്കുന്നത്. നല്ല വളർത്തു കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഈ ആഴ്ച. കച്ചവടത്തിന് കൊണ്ടുവന്ന് അവരിവിടെ ഇപ്പോൾ ചന്തയിൽ ഇറക്കിയതേ ഉള്ളൂ. നമ്മളെന്തായാലും അങ്ങ് അപ്പുറത്തെ സൈഡിലോട്ട് പോകാമെന്നും പറഞ്ഞ് പോവുകയാണ്. ചെറിയൊരു മൂരിക്കുട്ടി കൊണ്ടുപോകുന്നുണ്ട്. 13,000 രൂപയാണ് അതിന് ചോദിച്ചത്. 13,000 രൂപയാണ് അതിന് അവർ ചോദിച്ചത്.
വളർത്താൻ പറ്റിയ നല്ലൊരു എച്ചപ്പിൻ്റെ മൂരിക്കുട്ടി തന്നെയാണ്. 13 രൂപ ചോദിക്കുന്നുണ്ട് അതിന്. 10 രൂപ താഴെ എന്തായാലും അത് കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ രാവിലെ വില പറഞ്ഞ വലിയ കാളയൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളു. അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ്. നമ്മൾ എടുത്ത പോത്തും മൂരിയും ഗീറിൻ്റെ കാളയൊക്കെ നമ്മൾ വാങ്ങിയായിരുന്നു, മുരിക്കുട്ടിനെയൊക്കെ വാങ്ങിയായിരുന്നു. അതെല്ലാം വണ്ടിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു വണ്ടിക്കാർ വന്ന് അഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആലുവയിലേക്കാണ് ഇന്ന് എടുത്തത്. നമ്മൾ എല്ലാം ആലുവയ്ക്ക് കൊണ്ടുപോകാനുള്ള പോത്തും മൂരിയും കാളയൊക്കെയാണ്. അപ്പോൾ അവർ നേരിട്ട് വന്ന് എല്ലാം കണ്ട് ഒരു ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. നമ്മൾ ആലുവയിലേക്ക് സുഹൃത്തിന് വേണ്ടി വേറൊരു പോത്തും കുട്ടിയെ എടുത്തിട്ടുണ്ട്. അത് വണ്ടിക്കാരെ ഏൽപ്പിച്ച് അത് വണ്ടി അവർ കയറ്റിയിരിക്കുകയാണ്. അല്ലേ, അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് വന്ന പോത്തും കുട്ടികൾ. ഇതെല്ലാം 250 കുട്ടികൾ ഒരുമിച്ച് കച്ചവടമായി പോയി. ഇനി ഇവിടെ കുറച്ച് കർണാടക കുട്ടി, തമിഴ്നാട് കുട്ടികൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വിറ്റുപോയി. എല്ലാ കുട്ടികളും വിറ്റുപോയി. എരുമ കുട്ടികൾ ഇന്ന് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നല്ല വളർത്താൻ പറ്റിയ എരുമ കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. 25 രൂപയ്ക്കാണ് അവർ ചോദിക്കുന്നത്. 25,000 രൂപ അവർ ചോദിക്കുന്നുണ്ട്. നല്ല ക്രോസ് ബ്രീഡ് കുട്ടികൾ നിൽപ്പുണ്ട്. 25 രൂപ അവർ ചോദിക്കുന്നുള്ളു. നമുക്ക് മുതലാവുന്ന വില പറയാം. 18 രൂപ ചോദിക്കുന്ന ചെറിയ കുട്ടികൾ എന്തായാലും നിൽപ്പുണ്ട്. 18,000 രൂപ ചോദിക്കുന്ന കുട്ടികളുണ്ട്. 18 രൂപ ചോദിക്കുന്ന എരുമ കുട്ടികളാണ്. നല്ല അത്യാവശ്യം വൃത്തിയുള്ള കുട്ടികളൊക്കെ അവർ നല്ല വില ചോദിക്കുന്നുണ്ട്. 18,000 രൂപ ചോദിക്കുന്ന കുട്ടികൾ എരുമ കുട്ടികളാണ് നിൽക്കുന്നത്. 15 രൂപ ചോദിക്കുന്ന ചെറിയ എരുമക്കുട്ടി അവിടെ നിൽപ്പുണ്ട്. 15,000 രൂപ ചോദിക്കുന്ന ചെറിയ എരുമക്കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. എരുമക്കുട്ടികൾ ഇവിടെ നല്ലൊരു എരുമക്കുട്ടി, നല്ല ക്രോസ് ബ്രീഡ് ഒരു എരുമക്കുട്ടി നിൽപ്പുണ്ട്. 17,500 ചോദിക്കുന്നത്. 17,500 രൂപയാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് മുതലാവുന്ന വില പറയാം. നല്ല അത്യാവശ്യം വൃത്തിയുള്ള ഒരു എരുമക്കുട്ടി തന്നെയാണ്. നമുക്ക് പരിചയമുള്ള ഒരു അണ്ണനാണ് കൊണ്ടുവരുന്നത്. ഇവരെ നമ്മൾ ഇഷ്ടംപോലെ കന്നൊക്കെ എടുക്കുന്നതാണ്. പുള്ളി ഇന്ന് പോത്ത് കൊണ്ടുവന്നില്ല, എരുമക്കുട്ടികളെയാണ് കൊണ്ടുവന്നത്. 2-3 എണ്ണം കൊണ്ടുവന്ന് 2 എണ്ണം വിറ്റ് ഇനി ഇത് മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞത്. അവിടെയൊക്കെ മൂരിയും വലിയ കാളയും പശുവിനെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. കച്ചവടം ഏകദേശം നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. 7:30 മണിയായുള്ളൂ. നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങാൻ പോണ്. നമ്മൾ വന്ന കാര്യം കഴിഞ്ഞു. നമുക്കിന്ന് അങ്ങനെ അധികം പോത്തും കുട്ടികളൊന്നും കിട്ടിയില്ല. ചന്തയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വെറുതെ ഇന്ന് ചവിട്ടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണിലൂടെ ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണാം. ഓക്കെ, ബായ്.